ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാന് ഗുണ്ടൽപേട്ടിലോ തമിഴ്നാട്ടിലോ ഉള്ള പൂത്തോട്ടത്തിലല്ല നിൽക്കുന്നത്. നമ്മുടെ സ്വന്തം പാലായിലെ ഒരു പൂത്തോട്ടത്തിലാണ്. നിങ്ങൾക്ക് അത്ഭുതം തോന്നും, ഇത്ര നല്ല ഭംഗിയുള്ള ഒരു പൂത്തോട്ടം. ഇത് നമ്മുടെ പ്രിൻസിന്റെ സ്വന്തം പൂത്തോട്ടം. പ്രിൻസ് ഒരു കർഷകൻ മാത്രമല്ല, ഒരു ജനപ്രതിനിധി കൂടെയാണ്. കരൂർ പഞ്ചായത്തിലെ 11ാം വാർഡിലെ ഒരു ജനപ്രതിനിധി. ഒരു മുന്നണിയുടെ പിൻബലവുമില്ലാതെ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചു വന്ന ഒരു നല്ലൊരു സാമൂഹിക പ്രവർത്തനം കൂടിയാണ് അദ്ദേഹം. റബ്ബറിന്റെ നാടാണ് പാല. പക്ഷെ ഇന്ന് റബ്ബർ കൃഷി നഷ്ടമായിട്ട് വരികയാണ്. ഇന്ന് മിക്ക കർഷകരും റബ്ബർ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ റീപ്ലാന്റ് വരുമ്പോൾ എല്ലാവരും ഇപ്പോൾ പാലക്കാർ ചിന്തിക്കുന്നത് ഫ്രൂട്ട്സിലേക്കാണ്. റംബൂട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനെ എല്ലാം പോകുന്ന. അപ്പോൾ നമ്മുടെ പ്രിൻസ് എന്താണ് ഇങ്ങനെ മാറ്റി ചിന്തിച്ചത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. പാല എന്ന് പറയുമ്പോൾ റബ്ബറാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അത് മാറ്റി ഈ പൂക്കൾ കൃഷി ചെയ്ത് പാല ഒരു പൂങ്കാവന മാറ്റാൻ നിങ്ങൾ വേറിട്ട് ചിന്തിച്ചത് എന്തുകൊണ്ടാണ്? പൂക്കൃഷി ചെയ്യാൻ താല്പര്യം എടുത്തത് നമ്മൾ സാധാരണ തമിഴ്നാടുകളിൽ നിന്നാണ് ഈ പൂ സാധാരണ കേരളത്തിലേക്ക് കൂടുതൽ വരുന്നത്. അപ്പൊ അത് നമ്മുടെ നാട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ എന്താ അതിനുള്ള ഒരു വിളവുണ്ടാവുമോ എന്നുള്ളൊരു പരീക്ഷണാർത്ഥം ഞങ്ങൾ കുറെ സുഹൃത്തുക്കൾ കൂടി 3-4 പേര് കൂടി ഇങ്ങനൊരു സംരംഭത്തിലേക്ക് വന്നതാണ്. 2.5 ഏക്കർ സ്ഥലം റെഡിയാക്കി പൂക്കൃഷി നടത്തി. വളരെ നല്ല ഒരു അനുഭവമാണ് ഉണ്ടായത്. വളരെ നല്ല ഒരു വിളവ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ആ റിസൾട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പ്രിൻസ് ഹാപ്പിയാണല്ലോ ഈ പൂക്കൃഷിയിൽ, അല്ലേ? ഹാപ്പിയാണ്. അപ്പൊ നമ്മളിത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും, അതായത് കൃഷിഭവന്റെ ഭാഗത്തുനിന്നും സപ്പോർട്ട് ഉണ്ടായിരുന്നത്? കൃഷിഭവൻ നമുക്ക് ആദ്യമായിട്ട് ഇതിന്റെ ക്ലാസ് തന്നത് ഈ ഇടനാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കില് അവരുടെ പദ്ധതി പ്രകാരം, അതായത് ഓണത്തിന് ഒരു മുറം പൂ, നേരത്തെ പച്ചക്കറി ആയിരുന്നു, പൂക്കളം എന്നുള്ള നിലയിൽ ഇപ്രാവശ്യം ഒരു പദ്ധതി കുറെ കർഷകരെ വിളിച്ചൊരു ക്ലാസ് നടത്തി. ആ ക്ലാസ്സിനകത്ത് കൃഷിഭവന്റെ സഹകരണം ഉണ്ടായിരുന്നു. കൃഷിഭവനിലെ ഓഫീസർ വന്നാണ് ഇതിന്റെ കൃഷിയെപ്പറ്റി, കൃഷി രീതിയെപ്പറ്റി, ഏത് രീതി ചെയ്യണം, എത്ര സമയത്തിനുള്ളിൽ ഇത് വിളവുണ്ടാകും എന്നുള്ള ക്ലാസ്സുകൾ തന്നു. അതിന്റെ തൈയും അവിടെ തന്നെ ബാങ്കിൽ നിന്ന് തന്നെ ഹൈബ്രിഡ് തൈകളാണ് നമുക്ക് തന്നത്. ഒരു തൈക്ക് 5 രൂപ വെച്ചാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ അത് ആ നല്ല നിലയിൽ അത് ചെയ്യാൻ സാധിച്ചു. അപ്പൊ ഒരു പരീക്ഷണ അടിസ്ഥാനത്തില് എന്റെ കൂടെയുള്ള 2-3 ആൾക്കാരോടെ കൂട്ടി ചെയ്യിക്കുകയാണ്. ഈ പൂക്കൃഷിയിൽ പ്രിൻസിനോടൊപ്പം 2-3 സുഹൃത്തുക്കൾ കൂടെ ഉണ്ട്. അതിലൊരാളാണ് നിൽക്കുന്ന ശ്രീജിത്ത്. ഈ പ്രിൻസിന്റെയും ശ്രീജിത്തിന്റെയും ഒക്കെ മുഖത്തിലെ ആ സന്തോഷവും ആ സംതൃപ്തിയും കണ്ടാൽ അറിയാം അവരെ പൂക്കൃഷിയിൽ എന്തേരെ എൻജോയ് ചെയ്യുന്നുണ്ടെന്നും അവരെ അതിൽ നിന്നും കിട്ടുന്ന ആ പോസിറ്റീവ് എനർജി എന്തെന്നും നമുക്ക് കാണാം. ഞാൻ ഈ തോട്ടത്തിൽ വന്ന് നിന്നപ്പോൾ അനുഭവിച്ച ഒരു സന്തോഷമുണ്ട്. അത് വളരെ വലുതാണ്. ഇവിടെ നിന്നിട്ട് പോസിറ്റീവ് എനർജിയും വലുതാണ്. ഈ കർഷകർ അനുഭവിക്കുന്ന ആ സന്തോഷം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒരു തോട്ടം ക്രിയേറ്റ് ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രിൻസിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ ഈ വീഡിയോയുടെ അവസാനം പ്രിൻസിന്റെ നമ്പർ ഇടുന്നതായിരിക്കും. പ്രിൻസ് എല്ലാവിധ സഹായവും അഡ്വൈസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ തോട്ടം സന്ദർശിക്കാം. ഈ തോട്ടത്തിലെ കർഷകരുമായിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ തീർക്കാം. ഇങ്ങനെയുള്ള യുവ കർഷകർ നമ്മൾക്ക് വരികയും ഇതുപോലുള്ള സാമൂഹ്യ പ്രവർത്തകർ നമ്മുടെ ഇടയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്കും നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.